പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. 8-ാം ദിനത്തിൽ നമ്മളിലുള്ള അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ഈ ഒരു തിന്മയുടെ ബന്ധനത്തെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാം തിരുവചനം, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ച് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന വലിയൊരു തിന്മയുടെ ബന്ധനമാണ്, ഒരു ലോകാരൂപിയുടെ ബന്ധനമാണ്. ഞാൻ എന്തൊക്കെയോ ആണ്, എന്നെക്കൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. പലപ്പോഴും അഹങ്കാരം, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല, ഞാൻ തന്നെ ചെയ്യുന്നതാണ് എല്ലാം ശരി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ, അതായത് നമ്മുടെ നന്മയെ, ദൈവിക ചൈതന്യത്തെ നമ്മളിൽ നിന്നും അകറ്റുന്ന തെറ്റായ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തോ ആണ് എന്ന് ഭാവിക്കുന്ന ഒരു ജീവിതം. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവകൃപകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കണം. അഹങ്കാരമുള്ള ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവകൃപ കടന്നു വരികയില്ല. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, കർത്താവ് കൂടെയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ അല്പം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും, ഇനി എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ പോലും സഹായം വേണ്ട എന്ന സ്വാർത്ഥ ചിന്തകൾ, തെറ്റായ ചിന്തകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവകൃപയിലേക്ക് നടന്നെടുക്കുവാൻ, ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന ആത്മീയ നിറവിലേക്ക് നടന്നെടുക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുക. നോക്കിയേ, ദൈവപുത്രൻ്റെ മാതാവാകുവാൻ അവസരം ലഭിച്ച പരിശുദ്ധ അമ്മ ആ ദൈവകൃപയ്ക്ക് നന്ദി പറയുകയാണ്, തന്നെ എളിമപ്പെടുത്തുകയാണ്. ഈ വലിയൊരു കൃപയ്ക്കായിട്ട് നമുക്ക് ഇന്ന ദിവസം പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. എന്നിലുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം അതെടുത്തു മാറ്റി എളിമയുടെ തലത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇന്ന ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഒരു എളിമയുടെ ഒരു കൃപ നിഴലിച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ദൈവികാരുണ്യ സന്നിധിയിൽ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം, സമർപ്പിക്കാം. ദിവികാരുണീശോയെ, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷയും പ്രത്യാശയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം, ഞാനെന്ന ഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് ദൈവമേ എനിക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ച് ഈ ഗോതമ്പപ്പത്തോളം ചെറുതായി ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമേ, എളിമപ്പെടുവാൻ, വിധേയത്വത്തോടെ പെരുമാറുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കുള്ള കഴിവുകളിൽ അഹങ്കരിക്കാതെ നീ നൽകുന്ന നന്മകളാണ്, നീ നൽകുന്ന കൃപകളാണ് ഞങ്ങളുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവിൽ മുന്നേറുവാൻ കർത്താവായ ഈശോയെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞാനെന്ന ഭാവം മാറ്റിവെച്ച് എളിമയുടെ തലത്തിലേക്ക്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന തലത്തിലേക്ക്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് എഴുന്നള്ളി ഇറങ്ങി വന്ന ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന,
നന്മയുടെ ഒരു നല്ല ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈശോ കൂടെ ഉണ്ടാകണം. പരിശുദ്ധമ്മ കാണിച്ചു വന്ന മാതൃക എളിമയുടെ മാതൃകയല്ലേ? നമുക്കും ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ഇന്നിൻ്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ഈ പൊന്നുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് അഹങ്കാരത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ, മോചനം നൽകുവാൻ ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ വ്യക്തി ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.